guys, welcome back to our family. Yeah. Hey guys, back to family. ഇനി സുന്ദി പറ. Hi guys. Welcome back to our family. Oh guys, അപ്പോൾ നമ്മൾ അമ്മനെ സുന്ദി. അയ്യോ അമ്മ. പാലക്കാടാണ് guys. പാലക്കാട് ആരുടെ വീട്ടിലാണ് guys നമ്മൾ? ആരുടെ വീട്ടിലാണ് നമ്മൾ? ആ ഷിന്ദിന്റെയും താട്ടയുടെയും കൂടെ നമ്മള് ഷിന്ദിന്റെയും താട്ടയുടെയും വീട്ടിൽ വന്നു. പറ, നിങ്ങൾ കഥ പറ അവരോട്. ഗൈസ്, അപ്പൊ നമ്മളിതാ ഇന്നലെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി ഒരു 9 മണിയോടെ നമ്മൾ 8:30-9 മണിയോടെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. സോ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവിടുത്തെ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ഹോം ടൂറൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ചില വീഡിയോയിൽ ചില ക്ലിപ്പിങ്സ് കണ്ടപ്പോഴാണ് വീടൊക്കെ എന്തോ ആക്കിയല്ലോ, റെഡി ആക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണിക്കുന്നത്. ഇവർ മൂന്നുപേര് വേറെ യൂണിവേഴ്സാണ് ഗൈസ്. വേണ്ടേ ഇതേ കലിപ്പനും കാന്താരിയും പോന്നു. ഇപ്പൊ അവിടെ ക്ലാഷ് ആവും. ഇപ്പൊ പരസ്പരം ഇടിച്ച് ക്ലാഷ് ആവും. ഇപ്പൊ അവൻ മക്കോട് വലിയേട്ടൻ കളിയാണ് കേട്ടോ. അമ്പുടു ആണെങ്കിൽ അമ്പുടു ശരിക്കും ആ ഒരു യൂണിവേഴ്സിൽ എത്തിയേക്കാണ്. മമ്മി എന്താ മമ്മി ഒരാൾ ഇടിച്ചാ? ഓ മൈ ഗോഡ്. ഓക്കെ. ആ എന്താ മമ്മി ഫോൺ പൊട്ടിയാ? ഓ മൈ ഗോഡ്. ആ ഓക്കെ മമ്മി, ഗോ 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 ഗോ. ഓക്കെ ഓക്കെ ബൈ ബൈ. ആ എൻ്റെ ദൈവമേ. അപ്പോൾ ഗായ്സ് ദാ അമ്മ അവിടെ കിടക്കുന്നുണ്ട്. അമ്മയുടെ കാലുകൊണ്ട് വയ്യ. സോ അമ്മ അത് അവിടെ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. ഇന്നലെ രാത്രി അമ്മ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. അമ്മയ്ക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് കാരണം അമ്മ ഉറങ്ങിക്കോട്ടെ, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. നമുക്ക് പോയി ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് അമ്മയെ വേണേൽ വിളിക്കാം. ഇപ്പോൾ ഞാനില്ലേ ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ വോയിസിലാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ പിള്ളേരുടെ 3 പേരുടെയും സൗണ്ടുകൾ അതിഭീകരമായതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഫുള്ള് ഈ ഒരു സൗണ്ടായിരുന്നു പിള്ളേരുടെ. അത് കാരണം ഞാൻ വിചാരിച്ചു ആ വോയിസ് കട്ട് ചെയ്തിട്ട് ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ നമ്മൾ ഈ വോയിസ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓൺ വോയിസ് തന്നെ കൊടുത്തായിരുന്നു. ഓൺ വോയിസ് അല്ല, ശേടാ എന്തൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയേനെ. അപ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കിനി ചായ ഉണ്ടാക്കാം. പാലില്ലാത്തതുകൊണ്ട് നമ്മൾ കട്ടനാണ് ചായ ഉണ്ടാക്കുന്നത്. കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ രാവിലെ വൈകിട്ടും പാൽ ചായ ഉണ്ടാക്കാറുണ്ട്, താട്ടൻ കട്ടൻ. അപ്പം എനിക്കും അമ്മയ്ക്കുള്ള കട്ടനാണ് കേട്ടോ. എടുത്തിമ്മ ചായ കുടിക്കാറില്ല. എടുത്തിമ്മ പണ്ട് ഡയറ്റ് ചെയ്ത സമയത്ത് ചായ കട്ട് ചെയ്തതായിരുന്നു. പിന്നെ എടുത്തിമ്മ അങ്ങനെ ചായ കുടിക്കാറില്ല, വളരെ റെയറായിട്ടാണ് ചായ കുടിക്കാറ്. അപ്പോൾ ഞാൻ കട്ടനും പുട്ടും കൂടെ കഴിക്കാമല്ലോ എന്ന് എത്തിയിട്ട് രാവിലത്തെ പുട്ടിരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും കട്ടനും കൂടെ കുടിക്കണമല്ല കഴിക്കണത്. എനിക്ക് അങ്ങനെ കറി കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം കട്ടൻ കൂട്ടി കഴിക്കുന്നതാണ്. അതല്ലെങ്കിൽ ചിക്കൻ കറി കൂട്ടി കഴിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അമ്മയ്ക്കുള്ള ചായയും പുട്ടും ഞാൻ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ എനിക്കുള്ള പുട്ടും അതുപോലെ തന്നെ കട്ടനും കൂടെ എടുത്തിട്ട് സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അപ്പോൾ അത് അമ്മയും വന്നിരുന്നു. ഞാനും അമ്മയും കൂടെ, അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അമ്മയും ഞാനും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ ഞാൻ രണ്ടും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഞാനിങ്ങനെ പുട്ടിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അമ്മയോട് കഥ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു തന്ന പോലെ അമ്മയുടെ കയ്യിൽ കണ്ടോ, ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അമ്മയുടെ കയ്യിൽ ആ ഒരു ഇത് കാണുമ്പോൾ മറ്റേ മഴത്തുള്ളിക്കലൊക്കെ ഇതിൽ ദിലീപ് മറ്റേ പൂച്ചർച്ചിന്നില്ലേ, ആ ഒരു സാധനം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയാതെ. അപ്പോൾ അമ്മ അത് കൈ ഇങ്ങനെ 2 വിരലും പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ 2ഉം പൊക്കി കാണിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് ഓക്കെ ആയി. ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി അമ്മയ്ക്ക് കാലിൽ തിട്ടിട്ട് ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഓർത്തുന്ന പാത്രം കൂടെ വന്നൊന്ന് കഴുകിയിട്ട് ഒക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. അല്ലെ പിന്നെ അതൊക്കെ അവിടെ ഇടണ്ടേ. അത് കാരണം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കട്ടെ ഗൈസ്. പൊന്നൂസ് ഇപ്പോൾ പോണത് എവിടേക്കാണെന്നറിയാം? ഞാനല്ല പൊന്നൂസം സ്വന്തി മൂത്രം ഒഴിച്ച് ബെഡില്. ധാരുടെ പെട്ട അവളും ഭർത്താവും കുട്ടികളും കിടക്കണ്ട. അതിൻ്റെ കൂടെ ഞാനും കൂടെ അവിടെ കിടക്കണിപ്പോ അല്ലേ. ഇന്നലെ പൊന്നൂസ് മൂത്രമൊഴിച്ചു, മിഞ്ഞാന്ന് സുന്ദിയും താട്ടനും മൂത്രമൊഴിച്ചു. അങ്ങനെ ബെഡ് മൊത്തം നനഞ്ഞ് കുതിർന്നപ്പോൾ
കൊണ്ടുവന്ന് വെയിലത്തിട്ടാണ് ഗൈസ്. അല്ല ഗൈസ്, സുന്തി നമ്മുടെ ചുന്തിവാവ ഇന്നലെ ഒന്ന് ശിശു വെച്ചപ്പോൾ വെയിലത്തിട്ടതാണ്. എന്താണ്? സോറി കേട്ടോ, ഞാൻ ഈ പരിസരത്തിൽ കൂടെ വന്നിട്ടില്ല. ശരി എന്നാ ബൈ. ഒറ്റയ്ക്കോട് പോരണപ്പോ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് എന്താ പിടിച്ചാണ് വലിച്ചോട്ട് പോവാനുള്ള വരവാ വരുന്നത്. ഗൈസിന്റെ പൊന്നൂസിന്റെ മൊത്തം ഗ്ലോ നോക്കൂ, ഭർത്താവിന്റെ സ്നേഹം കിട്ടിയ ഗ്ലോ നോക്ക്. കാര്യം പറഞ്ഞിട്ട് ഞാൻ സൊള്ളിക്കൊണ്ട് കളക്കാണ് അവള്. ഞാൻ ബെഡ്ഷീറ്റ് ഇടാൻ പോയിട്ട് പിന്നെ എണീക്കങ്ങട്. നമ്മള് നമ്മുടെ ഖലാനി ബൈ കുഞ്ചൂസിന്റെ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മുകളിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, ഹായ് ഗൈസ്. ഏട്ടമ്മ ഖലാനി ബൈ കുഞ്ചൂസിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എഴുത്തമ്മ വെയർ ചെയ്ത് നോക്കണതാണ് ഇവിടെ. ആ, ഞാൻ വെറുതെ കൊടുക്കും ഗൈസ്. എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഞാൻ വെറുതെ കൊടുന്ന് കൊടുക്കാറുണ്ട്. എന്താ ചെയ്യാ? കണ്ണാടി പോയി നോക്കണല്ലേ? ഞാനാണോ ഉള്ള കണ്ണാടി? ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നും ഇല്ല. കുട്ടികളാരും ഇല്ല, ഞങ്ങൾ കൊണ്ടൊന്നുമില്ല അവരെന്തോ. അല്ല, വേറൊന്നുമില്ല, വീടിന്റെ തൊട്ടപ്പുറത്തേക്കാ മീൻ വാങ്ങാനാ. ഞങ്ങള് രണ്ടുപേരും കൂടെ മീൻ വാങ്ങാൻ പോവാണ്. ഇവൾക്ക് മീൻ കൊതിച്ച് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ട് നിങ്ങൾക്ക് അറിയാൻ എനിക്ക് എന്താ അറിയില്ല, മീൻ വറുത്തത് കൂട്ടി ചോറ് തിന്നാൻ തോന്നിയിട്ട് വയ്യ, ഭയങ്കര കൊതി. വീട്ടിൽ ചെല്ലുമ്പോൾ ഏട്ടുമ്പോ തേങ്ങാ ചമ്മന്തി അരച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ അവരോട് മാർക്കറ്റിലെത്തി. നാളെ നല്ല തിരക്കാണ് അവിടെ. എപ്പറേട്ടാ? അപ്പുറത്തോ? എന്നാ അപ്പുറത്തോ കാരണം കേട്ടോ. അത് എന്തൊരു തിരക്കാത്, ഇവിടുന്ന് എങ്ങനെ മീൻ കിട്ടും? അല്ലോ, ഗൈസ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ആ തിരക്കുള്ള കടയിൽ നിന്ന് തന്നെ മീൻ മേടിച്ചു. ഇനി ഒരു കോമഡി എന്ന് പറയുമോ, ഈ വ്ലോഗ് ഏട്ടൊക്കെ വന്നു. അതെ, ഈ നേരത്തെ ഞങ്ങൾ മീൻ മേടിക്കാൻ അറിഞ്ഞത്. പിന്നെ താട്ടൻ ഭയങ്കര ഇപ്പത്തെ ഭയങ്കര പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ഞങ്ങളുടെ താട്ടൻ ഞങ്ങളൊന്നും പറയില്ല കേസ്. അവൻ ഭയങ്കര പ്രാക്ടിക്കലാണ്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ പ്രാക്ടിക്കൽ ആയിട്ടൊരു ആളില്ല. അപ്പൊ ഈ ഒന്നും പറയില്ല, ഞങ്ങൾക്ക് അറിയാം. എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു കഴിക്കാൻ തോന്നുന്ന ഒരു സാധനം ഉണ്ടാവില്ല, ആ ഒരു സാധനം കയറി നമുക്ക് എന്തായാലും കഴിക്കണം എന്ന് തോന്നില്ലേ, അതുകൊണ്ട് പോയി വാങ്ങി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ അത് മീൻ കിട്ടി എനിക്ക്. പക്ഷേ ഇല്ലേ, അയില മീൻ വറുത്തിട്ട് നല്ല ചോറിൻ്റെ കൂടെ കറി ഒന്നും കൂട്ടാതെ അയില മീൻ മാത്രം കൂട്ടി വറുത്തേൻ്റെ കുറച്ച് ആ ഗ്രേവിയൊക്കെ ഇട്ട് ആ എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കാനായിരുന്നു കൊതി ഉണ്ടായിരുന്നു. പക്ഷെ അയില ഇല്ല. അപ്പോൾ ഞങ്ങൾ ഈ മീൻ മേടിച്ച്, ഇത് നെയ്മീനാണേ. അപ്പോൾ ഈ മീൻ മേടിച്ച് നമുക്ക് ഇനി ഈ മീനൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കുറച്ചെടുത്ത് വറുക്കാം. എഴുത്തമ്മ അമ്പടൂനി സുന്ദീനി കിടൂനി കൂടെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴുകി വറുക്കട്ടെ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് വറുക്കാനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അങ്ങനെ, അതായത് മറ്റേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്പൂൺ കാണുമല്ലോ, അതെടുത്തിട്ട് ഞാൻ ഇടാത്തത് ഭയങ്കര ചെറിയ സ്പൂണാണ് കേട്ടോ. നമ്മളെടുത്താലും കയ്യിലൊക്കെ ആവും. അപ്പോൾ അത് കാരണം ഞാൻ മുളക് പൊടി അങ്ങനെ തട്ടിക്കൊടുക്കുമായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക്, ഉപ്പ്, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് തിരുമ്മി വെക്കും. അത് കൈ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തിരുമ്മി എടുക്കുക. കൃഷ്ണൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മീൻ വറുക്കുമ്പോഴത്തേനും ഒരു പാത്രത്തിൽ അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആ പാത്രത്തിൽ മുളക് പൊടി ഒരു മസാലയായിട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ മീനിലേക്ക് ഇങ്ങനെ പുരട്ടി വെക്കുക കേട്ടോ ചെയ്യണത്. നമ്മൾ പക്ഷേ നേരെ തിരിച്ചാണ്, മീനെല്ലാം കൂടെ ചട്ടിയിലിട്ടിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് തിരുമ്മി എടുക്കും. അത് വിഷ്ണുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഒത്തിരി മീൻ വറുക്കാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കറി വെക്കുകയാണ് ചെയ്യാറുള്ളത്. കറി വെച്ചിട്ട് അത് നമുക്ക് ആവശ്യമുള്ളതെടുത്ത് ഒരു 3-4 കഷ്ണം എടുത്ത് വറുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെങ്കിൽ ഞങ്ങൾ കറിയാണ് അധികം വെക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ കറി ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കുമ്പളങ്ങയോ മത്തങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മുരിങ്ങയൊക്കെ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നല്ല, കറി വെക്കും, എന്നിട്ട് മീൻ മൊത്തം എടുത്ത് വറുക്കും.
ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടം വറുക്കുന്നതാണ്. അതല്ല മീൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ആ തലഭാഗത്തിൻ്റെ അവിടെ വൃത്തിയാക്കിയിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മാംസം കൂട്ടി കട്ട് ചെയ്തിട്ട് അത് കറിയിലിടും. എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ വറക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പകുതി വറക്കാനും എടുത്ത് പകുതി ഇതാ നമ്മൾ ആ മസാലയൊക്കെ വരട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാണ്. ഇതെൻ്റെ അമ്മയുടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. എനിക്ക് അങ്ങനെ മാങ്ങാച്ചാറൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാൾ ഇഷ്ടം നമ്മൾ സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ട് സ്പോട്ടിൽ തന്നെ തീർക്കൂലേ, അങ്ങനെ കഴിക്കുന്നതാണ്. ഇത് ഞങ്ങൾ അപ്പോഴേക്കപ്പോഴേ ഉണ്ടാക്കും. എന്നിട്ട് ഇന്നോ നാളെയോ മാക്സിമം ഒരു 2 ദിവസം അതിനുള്ളിൽ തീരുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കണുണ്ടോ നമുക്കൊക്കെ ഇഷ്ടം. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിതൊരു ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ആ ഒരു റെസിപ്പി എന്നുള്ളത് ഞങ്ങൾ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഈ അടുത്തും എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ അവിടുന്ന് ടി വിയുടെ സൗണ്ടും എല്ലാം കൂടെ ആവുക കാരണം ഇതെന്താ പറയുന്നത് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അത് ഉണ്ടാക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് താട്ടനത് കഴിച്ച് തീർത്തു. ഏട്ടനിപ്പോൾ വയറിന് സുഖമില്ല എന്നുള്ള കഥയാണ് എടുത്തപ്പോൾ പറയുന്നതാണ് എൻ്റെ ഒരു ഫലമായ സംശയം, അല്ലെങ്കിൽ എൻ്റെ ഫലമായ ഒരു ഓർമ്മ അതാണ്. അപ്പോൾ ഇനി ഒരു അച്ചാറും ഉണ്ടാക്കി നമ്മൾ കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവി കൊടുക്കാം, എടുത്തുമ്പോൾ ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയും അതുപോലെ തന്നെ അച്ചാറും മീൻ വറുത്തതും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് നമ്മളിന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു കഴിക്കുന്നതായിരിക്കും. എന്താല്ലേ കൊതി വരുന്നു. ഇന്നലെ ഞാൻ കഴിച്ചു, പക്ഷേ ഇപ്പോൾ അത് വോയിസ് ഓർമ്മയ്ക്ക് അത് കൊതി വരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ചോറിനാൻ പോകാം. എല്ലാം ഏറെക്കുറെ ആയി. കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കുന്നുള്ളേ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ചോറും അച്ചാറും മീനും അതുപോലത്തെ ചമ്മന്തിയും പപ്പടം ഒക്കെ ആയി. അമ്മ അതേ കൈവച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കുന്നത്. മീൻ പിന്നെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ അമ്മയ്ക്കും കഴിക്കാൻ സുഖമായിരുന്നു. ഏതാ അമ്മ കഴിക്കുന്നുണ്ട്. എഴുത്തമ്മ അടുക്കളയിൽ ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എഴുത്തമ്മ അമ്മയ്ക്ക് ഇവിടെ ചോറ് വെച്ച് കൊടുത്തിട്ടാണ് ചോറ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.